നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പനിയൊന്ന് നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് വയറിളക്കം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഛർദ്ദിൽ ഉണ്ടാവുമ്പോൾ വെള്ളം കൂടി കുറയുമ്പോഴൊക്കെ അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയേറെയാണ്. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഹായ് ദയർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ കളിക്കുന്ന അത്രയും അങ്ങ് കുട്ടികൾ കളിക്കില്ല. അവരുടെ കളി കുറവായിരിക്കും. അവരുടെ വായൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ടും നിങ്ങളുടെ പതപ്പ് അഥവാ സോഫ്റ്റ് സ്പോട്ട് കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതായിട്ടും അവർ യൂറിൻ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി സാധാരണയിൽ നിന്നും കുറയുന്നതായിട്ടും കരയുമ്പോൾ ഒക്കെ കണ്ണുനീരൊക്കെ കുറവായിട്ട് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് വയറിളക്കം കാരണമാണ് ഇത്തരത്തിൽ ഈ ഒരു ഡീഹൈഡ്രേഷൻ വന്നതെങ്കിൽ അവരുടെ മലം വെള്ളം പോലെ തന്നെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അവർക്ക് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ്, അതായത് ഒരുപാട് ഛർദ്ദിക്കുന്നത് കാരണമോ അല്ലെങ്കിൽ വെള്ളം കൂടി കുറഞ്ഞ കാരണമോ ഒക്കെയാണ് ഡീഹൈഡ്രേഷൻ വന്നതെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ലക്ഷണങ്ങളായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർ ചില സമയം നല്ല വാശി കാണിക്കാനും നിർബന്ധം കാണിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് അവർ മാണ്ട് കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ അവരുടെ കണ്ണിലെ കുറച്ച് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവർ യൂറിൻ പോകുന്ന ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. നമ്മൾ അവരുടെ സ്കിന്ന് ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം കൈയെടുക്കുന്ന സമയത്ത് ആ ഒരു സ്കിന്ന് അങ്ങനെ തന്നെ പൊങ്ങി മടങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മേൽപ്പറഞ്ഞതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കാണുകയാണെങ്കിൽ നമ്മൾ ഒട്ടും വൈകിക്കാതെ കുഞ്ഞുങ്ങളെ അവരുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതാണ്.